സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ. സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന്ന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ആർപ്പിടുക, അടങ്ങി നിൽക്കരുത്. നമ്മുടെ ദൈവം വലിയവൻ തന്നെ. കൊച്ചുകുട്ടികൾ, ചെറുപ്പക്കാർ, അമ്മമാർ, പിതാക്കന്മാർ, ഇസ്രായേലിൻ സ്തുതിയിൻ മധ്യയിൽ വാസം ചെയ്യുന്ന ദൈവം കടന്നു വന്നിട്ടുണ്ട്, കടന്നു വന്നിട്ടുണ്ട്. എന്റെ സ്തുതിയിന്മേൽ വാസം ചെയ്യുന്ന നല്ല ദൈവം കടന്നു വന്നിട്ടുണ്ട്. വാ തുറന്നു, വാ തുറന്നു. എല്ലാവരും 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 അടങ്ങി നിൽക്കരുത്. ദൈവ പൈതലേ, ആർപ്പിടുക. സ്വർഗത്തിലെ അഗ്നി മഴ നിന്റെ മേൽ, നിന്റെ മേൽ അഭിഷേക തീ, അഭിഷേക തീ എല്ലാവരുടെ മേലും, എല്ലാവരുടെ മേലും, എല്ലാവരുടെ മേലും, എല്ലാവരുടെ മേലും. വാ തുറക്കാം. രണ്ട് കൈകളും ഉയർത്തി ആത്മാവിൽ നിറഞ്ഞ് രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, സത്യമാർഗം അന്വേഷിപ്പോനെ. രക്ഷ നേടുവാൻ, മോക്ഷം പ്രാപിപ്പാൻ, സത്യമാർഗം അന്വേഷിപ്പോനെ. സത്യവഴിയോ വാടിലുമായ യേശുരാജൻ ചുംബിക്കാൻ. സത്യവഴിയോ വാടിലുമായ എല്ലാവരും വാ തുറന്ന് കൈകൾ രണ്ടും ഉയർത്തി ആത്മാവിൽ നിറഞ്ഞ് അതിശക്തിയായി, അതിശക്തിയായി, അതിശക്തിയായി ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടുന്നതാ, കെട്ടുകൾ പൊട്ടുന്നതാ. ഊമച്ചങ്കലകൾ അഴിഞ്ഞു വീഴുന്നതാ. ആമേൻ. നിന്റെ വിശ്വാസത്തിന് വിരോധമായി ഉയർത്തപ്പെട്ട മാന്ത്രിക മതിലുകൾ യേശുവിൻ നാമത്തിൽ തകർന്ന് വീഴട്ടെ. ലെറ്റ് ഇറ്റ് ബി ഫാളൻ, ലെറ്റ് ഇറ്റ് ബി ഫാളൻ. തകർന്ന് വീഴട്ടെ. റഗ്ഗാലദന്തനദബ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. എല്ലാരിലും, എല്ലാരിലും, എല്ലാരിലും. വാ തുറന്ന് സ്തുതിക്കുക, വാ തുറന്ന് സ്തുതിക്കുക, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. എല്ലാരും പാപമർത്യ ശാപ കോരവിടയാൽ മനമുരുകു മധ്യസേകിട. ആ പാപമർത്യ ശാപ കോരവിടയാൽ മനമുരുകും മധ്യസേകിട. ആ അധ്വാനിക്കുന്നു, ഓ ഭാരം വാങ്ങിപ്പോ.
യേശുവിന്റെ പാതേ ചേരുക. അധ്വാനിക്കുന്നോ ഭാരം വാങ്ങിപ്പോ യേശുവിന്റെ പാതേ ചേരുക. நான் ஆசைக்கும் பாரா என்றேட்சையின் வெளிச்சம் நான் ஆறு பேடிக்கும் கர்த்தன் என்றே ஆபயம் சேஷ்டன் கிறிஸ்து கைபிடிச்சு நாய் குன்னே இடைய சேஷ்டன் கிறிஸ்து கிருபா 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 ദൈവ കൃപ നിങ്ങളുടെ മേൽ മഴയായി അഭിഷേക തീയായി ആർപ്പിടുവിൻ 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 എല്ലാവരും എല്ലാവരും നിറച്ചതിനാൽ നന്ദി. ദൈവം സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്ന യേശുനാമത്തിൽ നല്ല പിതാവേ, ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. ഇരിക്കാം. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 20-21 വചനങ്ങൾ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. He did not waver at the promise of God through unbelief, but was strengthened in faith, giving glory to God and being fully convinced that he had promised, he was also able to perform. தேவனுடைய வாக்குத்தத்தத்தை குறித்து அவன் அவிசுவாசமாய் சந்தேகப்படாமல் தேவன் வாக்குத்தத்தம் பண்ணினதை நிறைவேற்ற வல்லவராய் இருக்கிறார் என்று முழு நிச்சயமாக நம்பி தேவனை மகிமைப்படுத்தி, வேதம் சொல்லுகிறது, ஆபிரகாம் விசுவாசத்தில் வல்லவன் ஆனான். ஆபிரகாம் விசுவாசத்தில் சக்திப்பட்டு, he strengthened in faith. விசுவாசத்தில் சக்திப்பட்டு ஆபிரகாம் ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്നത്തെ ചിന്താ വിഷയം, മൈ ബ്രദർ ആൻഡ് സിസ്റ്റർ, ബി സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. ക്രിസ്തുവിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ ശക്തിപ്പെടുക, ബലപ്പെടുക. യാക്കോബ് ലേഖനം 2-ാം അധ്യായം 22-ാം വചനത്തിൻ പ്രകാരം നിന്റെ വിശ്വാസം പൂർണ്ണ വിശ്വാസമായി കൊള്ളട്ടെ. തീത്തോസ് ലേഖനം 2-ാം അധ്യായം 2-ാം വചനത്തിൻ പ്രകാരം നിന്റെ വിശ്വാസം ആരോഗ്യപരമായ വിശ്വാസമായി കൊള്ളട്ടെ. സ്ട്രോങ് ഫെയ്ത്ത്, ബി സ്ട്രെങ്തൻഡ് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ബലപ്പെടുവിൻ. കുറച്ച് കാലത്തിനു മുമ്പ് ഒരു സഹോദരി തന്റെ 2 മക്കളുമായി ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. ഈ 2 രക്തക്കുഞ്ഞുങ്ങളാണ്. ഒന്നിനെ നോക്കിയാൽ മറ്റതിനെ നോക്കേണ്ട.
ഒരേ മൂക്ക്, ഒരേ നെറ്റി, ഒരേ വസ്ത്രം, ഒരേ മുഖം, ഒന്നുപോലെ. ഞാൻ ചോദിച്ചു, രട്ടക്കുഞ്ഞുങ്ങളാണോ? അതേ ബ്രദർ, രണ്ടും ഒരു നേരം ഞാൻ പ്രസവിച്ചതാണ്. ഒന്നിന് ഈ അമ്മ ഓടി കളിക്കാൻ സ്വാതന്ത്ര്യമായി വിട്ടിരുന്നു, മറ്റതിനെ കള്ളനെ പോലീസുകാരൻ പിടിക്കുന്നത് പോലെ ചേർത്ത് ഇറുക്കി പിടിച്ചിരുന്നു. ഇത് രണ്ടും നിങ്ങൾ പ്രസവിച്ചതാണ്. രണ്ടും ഒരേപോലെ രട്ടക്കുട്ടികൾ. ഒന്നിനെ ചേർത്ത് പിടിച്ചിട്ട് മറ്റതിനെ ഫ്രീ ആയി വിട്ടിട്ടുണ്ടല്ലോ. ചോദിച്ചപ്പോൾ അമ്മ തന്ന മറുപടി, ബ്രദർ, ഓടി നടക്കുന്നത് എന്നെ പോലെ, എന്റെ സ്വഭാവം. എവിടെ പോയാലും എന്റെ അടുക്കൽ വരും. ഇത് ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ, ഇത് എന്റെ ഭർത്താവിനെ പോലെ. പിടിവിട്ടാൽ ആളെ കിട്ടത്തില്ല. ഈ കഥയുടെ പശ്ചാത്തലം, നോ മാൻ can lean on another man. ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനെ ആശ്രയിക്കുവാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ പശ്ചാത്തലത്തിൽ എന്റെ ദൈവം നിന്നോട് അരുളി ചെയ്യുന്ന, നീ എന്നെ വിശ്വസിക്കുക. God says, believe me. Believe me. യേശു കർത്താവ് നിന്നോട് അരുളി ചെയ്യുന്ന, മകനെ, മകളെ, നീ എന്നെ വിശ്വസിക്കുക. മാർക്കോസ് സുവിശേഷം 11:22 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന, ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിപ്പിൻ. Have faith in God. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ, ഇന്നത്തെ വിശ്വാസ കോളത്തിൽ 3 രീതിയിലുള്ള മർമ്മങ്ങൾ ഉണ്ട്. ഒന്ന്, ചിലർ കണ്ടിട്ട് വിശ്വസിക്കുന്നവർ, അത്ഭുതം കണ്ടിട്ട് വിശ്വസിക്കുന്നവർ. രണ്ടാമത് കൂട്ടത്തിലുള്ളവർ കണ്ടിട്ടും വിശ്വസിക്കാത്തവർ. മൂന്നാമത് കാണാതെ വിശ്വസിക്കുന്നവർ. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം, യേശു കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മീൻ പിടിപ്പാൻ പോയ യോഹന്നാൻ, പത്രോസ്, ശിഷ്യന്മാരുടെ കൂട്ടം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന, അവരെ ആകർഷിക്കുവാൻ കർത്താവ് ഗലിലയ കടൽ തീരത്തിൽ പോയി നിന്ന്, കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച്, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് അന്വേഷിച്ച്, വലതുഭാഗത്ത് വല വീശുവിൻ എന്ന് കൽപ്പിച്ച്. എന്നിട്ടും യേശുവിനെ അവർ മനസ്സിലാക്കിയില്ല. നിന്ന് വിളിച്ച്, അന്വേഷിച്ച്, കൽപ്പിച്ച്, അവസാനം they saw the miracle to believe. യേശു കൽപ്പിച്ചത് ശിഷ്യന്മാർ അനുസരിച്ചപ്പോൾ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, വല നിറച്ച് മീൻ കിട്ടി. അത് യോഹന്നാൻ കണ്ട്. യോഹന്നാൻ 21:7 യോഹന്നാൻ നിലവിളിക്കുന്നു, അത് കർത്താവാകുന്നു. He saw the miracle and testified. കണ്ട് വിശ്വസിക്കുന്നവരുടെ കൂട്ടം, കണ്ടിട്ടും വിശ്വസിക്കാത്തവർ. ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ ചുമന്ന മുന്തിരിവള്ളിക്കൊല സ്വർഗത്തിലെയും വാഗ്ദത്ത ദേശത്തിൽ തന്റെ ജനത്തിന് ഒരുക്കിയിട്ടും അത് കണ്ട് തൊട്ട് രുചിച്ച്, എന്നിട്ടും സംഖ്യ 13, 30, 31 അവർ ശത്രുക്കളുടെ ശക്തിയെ മഹത്വപ്പെടുത്തി. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, മരുഭൂമിയിൽ അവരെയും തലമുറയും ദൈവം ഉരുട്ടിയിട്ട് കൊന്നുകളഞ്ഞ്. കണ്ടിട്ടും വിശ്വസിക്കാത്തവർ. മൂന്നാമത്, കാണാതെ വിശ്വസിക്കുന്ന ദൈവമക്കൾ. ഹല്ലേലൂയ. യോഹന്നാൻ
20 അധ്യായം 29 വചനത്തിൽ വേദപുസ്തകം നമ്മ പഠിപ്പിക്കുന്ന കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വാട്ട് ടു ബിലീവ്? കാണാതെ ആരെ വിശ്വസിക്കണം? ബൈബിൾ വളരെ ക്ലിയർ ആണ്. എബ്രായർ 11:6 ദൈവം ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം. സ്തുതിക്കുമോ? കൈകളെ ഉയർത്തി, 2 കൈകളും ഉയർത്തി, ഉയർത്തിയ കരങ്ങളെ തട്ടി ബലമായി അതിശക്തിയോട് ആത്മാവിൽ നിറഞ്ഞ് ദൈവമുണ്ട്, എന്നെ ഉണ്ടാക്കിയവൻ, എന്നെ രക്ഷിച്ചവൻ, എനിക്ക് ജീവൻ തന്നവൻ, എന്നെ അനുഗ്രഹിച്ചവൻ, എന്നെ അഭിഷേകിച്ചവൻ, എന്നെ അനുഗ്രഹിച്ചവൻ ഇന്നും ഉണ്ട്. മൈ ഗാഡ് സ്റ്റിൽ റെയിനത്ത്. ദൈവമുണ്ട്. എബ്രായർ 11:6 എന്ന് നാം വിശ്വസിക്കണം. ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 6-7 അധ്യായങ്ങളിൽ സഭയിലെ ആദ്യ രക്തസാക്ഷി സ്തീഫാനോസ്. അപ്പോസ്തല പ്രവൃത്തികൾ 6 അധ്യായം 7 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവഭക്തൻ സ്തീഫാനോസിനെ കുറിച്ച് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സ്തീഫാനോസ് ദൈവകൃപയിൽ നിറഞ്ഞു നിന്ന്, സ്തീഫാനോസ് ദൈവത്തിന്റെ ബലത്തിൽ നിറഞ്ഞു നിന്ന്, സ്തീഫാനോസ് ദൈവത്തിന്റെ തേജസ്സിൽ നിറഞ്ഞു നിന്ന്, സ്തീഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന്, സ്തീഫാനോസ് പരിജ്ഞാനത്തിൽ നിറഞ്ഞു നിന്ന്, സ്തീഫാനോസ് ദൈവവചനത്തിൽ നിറഞ്ഞു നിന്ന്, സ്തീഫാനോസ് ദൈവ സ്നേഹത്തിൽ നിറഞ്ഞു നിന്ന്. 8ാമത്തെ സവിശേഷത ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 6:5 വചനത്തിലെ സ്തീഫാനോസ് ആദിമ നൂറ്റാണ്ടിലെ ദൈവാത്മാവ് അപ്പോസ്തലരെ സഹായിക്കാൻ തെരഞ്ഞെടുത്ത 7 സഹായികളിൽ ഒരാൾ സ്തീഫാനോസ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തുവിൽ അർപ്പിച്ചിരുന്ന വിശ്വാസത്തിൽ നിറഞ്ഞു നിന്ന്. നിങ്ങളും സഹോദര, നിങ്ങളും സഹോദരി, നിങ്ങളും ക്രിസ്തുവിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നിറഞ്ഞു ജീവിക്കുക. കുറഞ്ഞു പോകരുതേ, കുറഞ്ഞു പോകരുതേ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 2 തെസ്സലോനിക്കർ 1-3 വചനത്തിൽ ആദിമ നൂറ്റാണ്ട് സഭ വിശ്വാസത്തിൽ വർദ്ധിച്ചു വളർന്നു. The Bible says the first century church exceedingly multiplied in God's faith. നിങ്ങളും ക്രിസ്തുവിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ വർദ്ധിച്ചു വളരുക. യേശു കർത്താവ് മുന്നറിയിപ്പ് നൽകുന്ന മധ്യവാനിൽ പിതാവാം ദൈവത്തിന്റെ മഹത്വത്തിൽ ദൈവപുത്രൻ മടങ്ങി വരുമ്പോൾ അന്ന് മനുഷ്യരുടെ ഇടയിൽ ഭൂമിയിൽ അവൻ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്കോസ് സുവിശേഷം 18 അധ്യായം 8 വചനത്തിൽ ഈ വചനം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം സഹോദരങ്ങളെ, ക്രിസ്തുവിൽ നീ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ ഒട്ടും കുറഞ്ഞു പോകരുതേ. വിശ്വാസത്തിൽ വളരുക, വിശ്വാസത്തിൽ വർദ്ധിച്ചു വളരുക, വിശ്വാസത്തിൽ കുറഞ്ഞു പോകരുതേ. സ്ട്രോങ് ഫെയ്ത്ത്, ബി സ്ട്രെങ്തൻഡ് ഇൻ ഫെയ്ത്ത്. അതാണ് ഇന്നത്തെ ചിന്താ വിഷയം. വെറും വിശ്വാസമല്ല, മേൽപ്പൂച്ചായുള്ള വിശ്വാസമല്ല, ക്രിസ്തുവിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ ബലപ്പെടുക. ആമേൻ, ഹല്ലേലൂയ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം ആദ്യ വരികളിൽ ആബ്രഹാം പിതാവിന്റെ ചരിത്രം തുടങ്ങുന്ന വയസ്സ് 75, മക്കളില്ല, ഇതുവരെ ഒരു തലമുറ ലഭിച്ചിട്ടില്ല. ദൈവം വാഗ്ദത്തം നൽകുന്ന 75 വയസ്സായ ഒരു പിതാവിനോട് സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം നൽകുന്ന, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും.
വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 4-ാം വചനത്തിലെ യഹോവയായ ദൈവം കൽപ്പിച്ചതുപോലെ ആബ്രഹാം പുറപ്പെട്ട് എവിടെ പോകണം? എനിക്ക് 75 വയസ്സായല്ലോ, സ്വർഗം എന്നെ അനുഗ്രഹിക്കും എന്ന് സംശയിക്കാതെ വയസ്സ് 75 ആയിട്ടും ആബ്രഹാം എഴുന്നേറ്റ് ദൈവം കൽപ്പിച്ചതുപോലെ അവൻ പുറപ്പെട്ട്. അത് ആബ്രഹാമിന്റെ വിശ്വാസം. ഹല്ലേലൂയ. വേദ പുസ്തകം നമ്മ പഠിപ്പിക്കുന്ന ആബ്രഹാമിന്റെ മകൻ വയസ്സ് 40, he crossed his 40. ഉൽപ്പത്തി പുസ്തകം 25-21 മക്കളില്ല. അവനും പ്രാർത്ഥിച്ചു. അപ്പൻ പ്രാർത്ഥിച്ചതുപോലെ മകൻ ഇസഹാക്കും 40-ാം വയസ്സിൽ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അനുഗ്രഹിച്ചു. അത് ഇസഹാക്കിന്റെ വിശ്വാസം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 1 ശമൂവേൽ 17-ാം അധ്യായം 39-40 വചനങ്ങളിലെ തന്നെക്കാൾ 3 ഇരട്ടി പൊക്കമുള്ള തന്റെ ശത്രു ഗോലിയാട്ടിന് ജയം കൊള്ളുവാൻ ശൗൽ രാജാവ് അവന്റെ മേലിട്ട പടയങ്കി ഊരി മാറ്റിവെച്ചിട്ട് ദൈവം കൃപയാൽ നൽകിയ ഒരു വടി ദാവീദ് തന്റെ കൈക്കെടുത്ത്. അത് ദാവീദിന്റെ വിശ്വാസം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം വിധവയായ സ്ത്രീ തന്റെ ഏകമകൻ മരിച്ച് കുളിച്ചിടുവാൻ പോകുമ്പോൾ എതിരെ വരുന്നത് യേശു. അവൾ അടങ്ങിയിരുന്നില്ല. അവൾ നിലവിളിക്കാൻ തുടങ്ങി. യേശുവിനെ കണ്ടപ്പോൾ, അത്ഭുതത്തിന്റെ ഉടമസ്ഥനെ കണ്ടപ്പോൾ, വിശ്വാസത്തിന്റെ നായകനെ കണ്ടപ്പോൾ അവൾ അടങ്ങിയിരുന്നില്ല. വാ തുറന്ന് നിലവിളിക്കാൻ തുടങ്ങി. അത് അവളുടെ വിശ്വാസം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 43-ാം വചനത്തില് തന്റെ സ്നേഹിതൻ ലാസർ മരിച്ചു. 4 നാളുകൾ കഴിഞ്ഞ് his dead body was stinking. അവന്റെ ശരീരം നാറാൻ തുടങ്ങി. നാറുന്ന ശവക്കൂടാരത്തിന്റെ അടുത്ത് നിന്ന് ജീവന്റെ ഉടമസ്ഥൻ കൽപ്പിക്കുന്ന ലാസറേ പുറത്തേക്ക് വരിക. അത് യേശുവിന്റെ വിശ്വാസം. സഹോദരങ്ങളെ, വിശ്വാസത്തിൽ ബലപ്പെടുക. Be strengthened in faith. Be strengthened in faith. വിശ്വാസത്തിൽ ബലപ്പെടണമെങ്കിൽ അടിസ്ഥാനമായി ദൈവം എന്നോട് സംസാരിച്ച 3 ഘടകങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 1, നീ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കണം. ആമേൻ. 2, വിശ്വസിച്ച യേശുവിൽ നീ ആശ്രയിക്കണം. ആമേൻ. ആശ്രയിച്ച് വിശ്വസിക്കണം. 3, കഷ്ടത സഹിക്കണം. കർത്താവിനായി കഷ്ടത സഹിക്കണം. വിശ്വാസത്തിനായി കഷ്ടത സഹിക്കണം. കഷ്ടതയോടുള്ള വിശ്വാസം. ഇത് 3 നിന്നെ ക്രിസ്തുവിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ ബലപ്പെടുത്തും. ആമേൻ. ഹല്ലേലൂയ.